ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പഴകുളം മധു കൂടെ ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, ഈ ഇപ്പോൾ മനസ്സിലാകുന്നത് പ്രകാരം വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ അറ്റകുറ്റപ്പണി നടന്നപ്പോൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്കാണ് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. അത് വളരെ വലിയൊരു ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഉത്തരവ് പ്രകാരം ദേവസ്വത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ അതൊക്കെ തന്നെ കാറ്റിൽ മാറിയിരിക്കുകയാണ്. 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചപ്പോൾ തൂക്കത്തിലടക്കം കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഭക്തർക്കടക്കം തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശബരിമല ലോകത്തെമ്പാടുമുള്ള ഭക്തരൊക്കെ തന്നെ എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇങ്ങനെയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മാതൃഭൂമി ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഇത്രയും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വിവരങ്ങൾ, ഇത് നമ്മുടെ സാധാരണക്കാരെ പോലെയാണ് ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ഇതിനെ കാണുന്നത്. 1998 സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹങ്ങളാണ്. ആ 98 പൊതിഞ്ഞതിനെ പിന്നെ 2019 നവീകരണത്തിന് കൊണ്ടുപോയപ്പോൾ സ്വർണം പൂശലായി മാറിയെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ സ്വർണം പൊതിയുകയും സ്വർണം പൂശുകയും ചെയ്യുക എന്ന് വെച്ചാൽ രണ്ടും വ്യക്തമാണ്. 98 സ്വർണം പൂശിയതിനെ 2019 സ്വർണം പൊതിഞ്ഞതിന് സ്വർണം പൂശിയാണ് പിന്നീട് ചെയ്തത്. അപ്പൊ 1998 സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ സ്ഥലത്ത് ആ സ്വർണ്ണപ്പാളികൾ 2019 എടുത്തു മാറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ശബരിമലയിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഏറ്റവും ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുന്ന വിധമുള്ള മൗനമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാനും പരിശോധിക്കാനും ഒരു സംവിധാനമില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലൂടെ ഞാൻ മിണ്ടില്ല എന്നാണ്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ദേവസ്വം ബോർഡിലോ ശബരിമലയിലോ സ്വർണം മോഷണം പോയാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടി എടുക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹൈക്കോടതി ആരുടെയും കൈകൾ കെട്ടിയിട്ടില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നത് മാത്രമാണ്. എന്നിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ശബരിമലയിലെ പ്രവർത്തനം നടക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന കൊള്ള അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തലക്ഷങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്കാകെ ആശങ്ക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 4 കിലോ സ്വർണം അവിടുന്ന് മോഷണം പോയിരിക്കുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് അയാളുടെ കയ്യിൽ എല്ലാം കൊടുത്തു വിടുകയാണ്. അയാൾ ആരാണെന്ന് നമുക്കാർക്കും അറിയില്ല. ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സ്വർണ്ണ ഉരുപ്പടികൾ കൊണ്ടുപോകുമ്പോൾ അതിനെ അനുധാവനം ചെയ്യേണ്ട, കൂടെ പോകേണ്ട, അതിന് സുരക്ഷ ഒരുക്കേണ്ട ദേവസ്വം ബോർഡ് ബോധപൂർവം അതിന്ന് ഒഴിവായി. എന്നിട്ട് ഇത് മോഷണം നടക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകാനോ അവർ കൂട്ടുനിന്നു, അവർ അനുമതി കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ആരാണ് ഉത്തരവാദികൾ? എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്ര നടപടി സ്വീകരിക്കാത്തത്? എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിൽ ഈ പതിറ്റാണ്ടുകൾ 98 മുതൽ അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുനരന്വേഷിക്കണം. അവിടെ ആ 98 മുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അന്വേഷണത്തിലെ പരിധിയിൽ കൊണ്ടുവരണം. അന്ന് മുതൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നിയുക്തരായിരുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സർവീസിലുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി അവരെയൊക്കെ അവിടുത്തെ തിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യണം. അവരാരും ഇനി ഈ തലപ്പത്തുണ്ടാകാൻ പാടില്ല. അവരെ ഇരുത്തിക്കൊണ്ട് നടക്കുന്ന ഏതന്വേഷണം അട്ടിമറിക്കപ്പെടും. ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ദേവസ്വം ബോർഡിലെ ഉന്നതന്മാർക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ടോ? ഇതൊക്കെ നമുക്ക് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മിണ്ടാത്തത്? ദേവസ്വം ബോർഡ് മന്ത്രി വലിയ 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 വായിൽ വലിയ വർത്തമാനം പറഞ്ഞ് ശബരിമലയിൽ വലിയ പരിഷ്കാരം നടപ്പാക്കി എന്നൊക്കെ പറയുന്ന അവിടുത്തെ തീർത്ഥാടനം ഞാൻ സുഗമമാക്കി എന്നൊക്കെ പറഞ്ഞതിന് മൊത്തം അവകാശം ഏറ്റെടുക്കാൻ വരുന്ന ദേവസ്വം മന്ത്രി വാസവൻ എന്താണ് പറയാനുള്ളത്? വാസവൻ എന്താണ് മിണ്ടാത്തത്? ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ കൈ നടത്തുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പണ്ട് നടന്ന കാര്യമാണ്, എന്റെ കാലത്തല്ല. എന്റെ കാലത്തല്ലത് ഇരിക്കട്ടെ, എന്തുകൊണ്ട് എന്റെ കാലത്തല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തിന്റെ കാലത്തല്ലേ ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ പാളി സ്വർണ്ണം പൂശാൻ എടുത്തോണ്ട് പോയിട്ടുള്ളത്? അതിനാരാണ്? ഏത് ദേവസ്വം ഉദ്യോഗസ്ഥനാണ്? ഏത് വിജിലൻസുകാരനാണ് അതിനെ അനുഗമിച്ചത്? ആരെ വിശ്വസിച്ചാണ് കൊടുത്തുവിട്ടത്? ഇവിടുന്ന് പോയി ചെന്നൈയിലെത്തിയപ്പോൾ 4 കിലോ കുറഞ്ഞു എന്ന് ഹൈക്കോടതി
ഹൈക്കോടതി എന്തിനാണ് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? അവർ രേഖകളും തെളിവുകളും പരിശോധിച്ചല്ലേ ഹൈക്കോടതി ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കില്ലേ? പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ലേ ഈ മോഷണം നടന്നിട്ടുള്ളത്? 4 കിലോ സ്വർണ്ണത്തിന്റെ മോഷണം. അയാൾ ഉത്തരവാദിയല്ലേ? കൈമേൽ നടത്താൻ കഴിയുമോ? അപ്പം വലിയ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ കപ്പൽ തന്നെയാണ് കള്ളൻ എന്ന് നമുക്ക് ബോധ്യപ്പെടും. കള്ളന്മാരെല്ലാമാണ് ഇവിടെയെല്ലാമാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്. ഓരോരോ സംഭവങ്ങളും ഈഴകീറി പരിശോധിച്ച് ഭക്തന്മാർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പന് സമർപ്പിക്കുന്ന സ്വർണ്ണ ഉരുപ്പടി പോലും സൂക്ഷിക്കാനും അത് സംരക്ഷിക്കാനും കഴിയാത്ത ഒരു ബോർഡും ഒരു ഗവൺമെന്റുമാണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തിയല്ലോ കൊട്ടിക്കോഴിച്ച്. എന്തിനാ അയ്യപ്പ സംഗമം നടത്തിയത്? ശബരിമലയിൽ പോയിട്ട് വന്നാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഭക്തന്മാർ നടത്തുന്ന കാര്യമാണ്. ഇവർക്ക് ഭക്തിയില്ല, ഇവർക്ക് വിശ്വാസമില്ല. അയ്യപ്പൻ നമുക്കറിയാവുന്ന പല ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട്. കള്ളന്മാർ അമ്പലങ്ങൾക്ക് അകത്ത് കടന്ന് വിഗ്രഹത്തെ പോലും എടുത്തുകൊണ്ട് പോകുന്നത്. എന്താ കാരണം? അവർക്ക് വിശ്വാസമില്ല, അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. അതുപോലെയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും എല്ലാം സംരക്ഷണം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റ് വിശ്വാസികളല്ലാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത, ആരാധനയിലോ ക്ഷേത്രാരാധനയിലോ വിശ്വാസമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ദേവസ്വം ബോർഡും കേരളത്തിന്റെ ഭരണവും വന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾക്കെല്ലാം ഈ ദുർഗതി ഉണ്ടായത്. ശബരിമല ക്ഷേത്രത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളകൾക്കെതിരായി ഭക്തന്മാരും ജനങ്ങളും അതിശക്തമായ പ്രതിഷേധത്തിലാണ്. ഇതെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുന്ന കേരളത്തിലെ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം മറുപടി പറയട്ടെ, ഉത്തരം പറയട്ടെ. ശബരിമല സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ, കോടികൾ ദൂർത്തടിച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വലിയ വീരവാദം മുഴക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? അദ്ദേഹം പറയേണ്ടതല്ലേ? എന്താണ് ഇവർക്കെല്ലാം പറയാനുള്ളത്? അപ്പൊ അതുകൊണ്ട് അതീവ ഗൗരവമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയാണ് ഈ കൊള്ള ഇപ്പൊ തന്നെ വെളിയിൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആരും അറിയോ ഇത്? 4 കിലോ സ്വർണം ഇന്നത്തെ വിലയിൽ എത്ര കോടി രൂപ വിലയുള്ള സ്വർണമാണിത്. ഇത്ര നിഷ്പ്രയാസം ഒരു ശബരിമല പോലെ കോടാനുകോടി ജനങ്ങളുടെ ആരാധനാ ക്ഷേത്രത്തിൽ നിന്നും ഇത്രമാത്രം സ്വർണം കബളിപ്പിച്ചു കൊണ്ടുപോകാൻ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. എല്ലാ സംരക്ഷണം കൊടുക്കേണ്ടവരെല്ലാം സംരക്ഷണം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിൽ വലിയ ഉന്നതന്മാർക്ക് കുടുങ്ങേണ്ടതായിട്ടുണ്ട്. 98 മുതൽ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം. ഹൈക്കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ സാങ്കേതിക വിദഗ്ധന്മാരുടെ സഹായം ലഭ്യമാക്കണം. ഇത് വളരെ അടിയന്തരമായി, അല്ലെങ്കിൽ ഭക്തജനകോടികളുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് ഈ പ്രശ്നം. ഇതൊന്നും സർക്കാർ കൊടുത്ത പണമല്ല. ഇതെല്ലാം ഭക്തന്മാർ, അയ്യപ്പനെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ വിശ്വസിക്കുന്ന ഭക്തജനകോടികൾ കൊടുത്ത സമർപ്പിച്ചതാണ് ഈ സ്വർണ്ണമല്ല. ഇതേതെങ്കിലും 1, 2, 5, 10 കൊള്ളക്കാർ ചേർന്ന് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഉറക്കം വിട്ടുണരണം. ഇത്രമാത്രം തെളിവുകൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അതികർശനമായ നിരീക്ഷണത്തിന്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ മാത്രം ഇത്രമാത്രം കാര്യങ്ങൾ പുറത്തു വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലാതെ കയ്യും കെട്ടി നിൽക്കുകയാണോ ദേവസ്വം ബോർഡ് മന്ത്രിയും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത്? അപ്പൊ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ, ഗൗരവമായി എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ, ആർക്കുള്ള ചുമതലയുള്ളത്? ഇന്ന് ചുമതലയുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനാണ്, തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കാണ്, ദേവസ്വം മന്ത്രി വാസവനാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ CPM പാർട്ടിയുടെ വെറും ആജ്ഞാനുവർത്തി മാത്രമാണ്. മുട്ടിയിരുത്തി മുദ്രാവാക്യം വിളിച്ച് പാർട്ടി നേതാക്കന്മാരെ സുഖിപ്പിക്കാൻ ശ്രമിച്ച പ്രശാന്തിന് ഈ കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയും എന്നെനിക്ക് പ്രതീക്ഷയില്ല. അയാൾ നിസ്സഹായനാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇത്രമാത്രം വിവരങ്ങൾ പുറത്തു വന്നത് അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കഴിവുകാരാണ് തെളിയിക്കുന്നത്. അപ്പൊ വലിയ കുഴപ്പമാണ്, വലിയ കുഴപ്പമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മാത്രമാണ് ഇവർക്കറിയുമ്പോൾ വിശ്വാസമുള്ളത്. ദേവസ്വം ബോർഡിന് വിശ്വാസമില്ല, സംസ്ഥാന ഗവൺമെന്റിനും വിശ്വാസമില്ല. അപ്പോ ദൈവത്തെ വിശ്വസിക്കാത്ത, ആരാധനയെ വിശ്വസിക്കാത്ത, മതവും ഈ ദൈവ ആരാധന എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പ്രചരിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കൾ, അവർക്ക് വിശ്വാസമില്ലാത്ത ആരാധനയിൽ അവർ കടന്നു കയറുന്നതിനാ കൊള്ളയടിക്കാൻ വേണ്ടി
രാഷ്ട്രീയ തലത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി, അതിനല്ലേ വോട്ടിന് വേണ്ടി. അപ്പോൾ ഇതില്ലാതെ പരിഹാരം ഉണ്ടാകണം. ശബരിമല പ്രശ്നത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഭക്തജന ലക്ഷങ്ങൾ അതിശക്തമായ അമർഷത്തിലാണ്, പ്രതിഷേധത്തിലാണ്. അവരുടെ പ്രതിഷേധം ഈ സർക്കാരിനെതിരായി തിരിയും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ മധു ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.